പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 139 അധ്യായം 14 വാക്യം. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മക്കളെ, നോക്കൂ, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ നമ്മെ ഹല്ലേലൂയ കർത്താപ്പച്ചൻ എത്ര അതിശയവുമായിട്ട് ഭയങ്കരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നാം ഓർക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം തന്നെ നല്ലത് തന്നെയാണ്. മനുഷ്യനൊഴികെ മറ്റു ജീവജാലങ്ങൾ, അതായത് നോക്കൂ, ദേഹവും ദേഹിയും മാത്രമായിരിക്കുമ്പോൾ നമുക്ക് മാത്രമാണ് ഹല്ലേലൂയ ആത്മാവെന്ന ഒരു പ്രധാന ഘടകം കൂടി നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നും ഉൾപ്പെട്ടിരിക്കുന്ന നമ്മളെ അപ്പച്ചൻ അതിശയമായി ഭയങ്കരമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്ക്, ഈ ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് ദൈവിക ചിന്തയും ധാർമ്മിക ബോധവും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവും ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം എപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഭയങ്കരവും അതിശയവുമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. മാനുഷിക ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന് സന്തോഷം നൽകുന്നത് അവരുടെ അനുഗ്രഹം പൂർത്തീകരിക്കുമ്പോഴാണ്. പക്ഷെ ഇന്നത് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതിന് മുമ്പേ ലോകത്തിൽ നിന്ന് പലരും ഹല്ലേലൂയ പ്രായവ്യത്യാസമില്ലാതെ കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഹല്ലേലൂയ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്ര പെട്ടെന്നാണ് നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്ന വ്യക്തിയെ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പെട്ടെന്നാണ് ഹല്ലേലൂയ ഓരോരുത്തരുടെയും ജീവൻ ഈ ലോകത്തിൽ നിന്ന് പ്രാണൻ പോകുന്നത്. ഹല്ലേലൂയ. നോക്കൂ, അപ്രതീക്ഷിതമായി കടന്നു വരുന്ന പ്രതിസന്ധികൾ പലരുടെയും ജീവിതത്തെ തളർത്തിക്കളയുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 39:5 ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. ഹല്ലേലൂയ. നോക്കൂ പ്രിയരെ, നമ്മുടെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയും വാടിപ്പോകുന്ന പുഷ്പം പോലെയും തൂകിപ്പോകുന്ന വെള്ളം പോലെയും ക്ഷണികമാണ്. അതുകൊണ്ട് നാം ഒന്നും പുകഴുവാനില്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഏറിയാൽ 70-80 വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ചുരുങ്ങിയ ആയുസ്സിൽ ജീവിതമെന്ന 3 അക്ഷരത്തെ വളരെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി വേണം നാം ഓരോരുത്തരും തരുന്ന ആയുസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി നാം ആയിത്തീരണം. ഹല്ലേലൂയ. തരുന്ന ആയുസ്സിന് നമ്മൾ ഹല്ലേലൂയ പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കണം. നമുക്ക് ഈ ജീവിതം നാം ആയിട്ട് ഒരിക്കലും ഇല്ലാതാക്കരുത്. ഹല്ലേലൂയ. മരണം എല്ലാത്തിൻ്റെയും അവസാനമാണെന്ന് ഒരിക്കലും കരുതരുത്. ഹല്ലേലൂയ. ഇന്ന് പലരും എന്താണ് കാണുന്നത്? ഹല്ലേലൂയ, എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ കാര്യം കഴിഞ്ഞു. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നും പറഞ്ഞ് ഹല്ലേലൂയ പല വിധത്തിലും അവരുടെ ജീവൻ അവർ നഷ്ടപ്പെടുത്തുന്നു. അതായത് സ്വയമായിട്ട് നഷ്ടപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനായി നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മൾ മരിക്കും. ഹല്ലേലൂയ. നമ്മൾ മരിക്കും. അതിന് നാം നമ്മുടെ ജീവിതം നഷ്ടമാക്കേണ്ട ഒരു കാര്യമില്ല. ഹല്ലേലൂയ. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാകിയാൽ നാം മരണത്തിനപ്പുറമുള്ള ന്യായവിധിയെയും അഭിമുഖീകരിക്കേണ്ടതാണ്. ഹല്ലേലൂയ. നാം അത് ഓർക്കണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. ന്യായവിധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. ഭയങ്കരവും അതിശയവുമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം കേവലം ഒരു മനുഷ്യനായിട്ടല്ല, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത ആത്മാവായ ദൈവത്തിനെ ലോകത്തിന് വെളിപ്പെടുത്തിയ ദൈവമാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറഞ്ഞു നോക്ക്, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത ആത്മാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി തന്ന ദൈവമാണ്
യേശു ക്രിസ്തു. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:18 പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ പ്രധാന ഉദ്ദേശം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട നിത്യ നരകശിക്ഷ ക്രിസ്തു സ്വയമായി ഏറ്റെടുത്ത്, ഹല്ലേലൂയ, അതായത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നിത്യ നരക ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുക എന്നതാ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു നോക്കൂ, യേശു ക്രിസ്തുവിന്റെ പ്രധാന ഉദ്ദേശം പറയുന്നത് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട നിത്യ നരക ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുക എന്നതാ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സ്വന്തം രക്തം ഊറ്റിത്തന്ന കർത്താവപ്പച്ചൻ, ഹല്ലേലൂയ, നമ്മെ ഓരോരുത്തരെ രക്ഷിക്കാൻ വേണ്ടിയാ ആ സ്വന്തം രക്തം നമുക്ക് വേണ്ടി തന്നത്. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ക്രിസ്തു സ്വയമായി ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു. ഹല്ലേലൂയ. നോക്കൂ, പഴയ നിയമം നാം ഓർത്തു നോക്കുകയാണെങ്കിൽ, അതായത് നാം വായിച്ചു നോക്കുമ്പോഴൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, പാപപരിഹാരത്തിനായി യാഗം അർപ്പിക്കുന്നത് ആടിനെയും കാളയെയും പക്ഷിയൊക്കെ ആയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രിയ മക്കളെ. നോക്കൂ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാടായി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി പാപക്ഷമയും സ്വർഗരാജ്യ പ്രവേശനവും സാധ്യമാക്കി തന്നിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യേശു ക്രിസ്തു പാപയാഗമായി തീർന്നു പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ എത്ര പേരാണ് ഹല്ലേലൂയ അതിലായിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താപ്പച്ചൻ എനിക്ക് വേണ്ടിയാണ് ആ രക്തം ഊറ്റിത്തന്നത്. ഹല്ലേലൂയ. എന്നെ വീണ്ടെടുക്കാനാണ്, എൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കാനാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ കാളയെയോ ഹല്ലേലൂയ പക്ഷിയെ ഒന്നും തെരഞ്ഞെടുത്ത് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി സ്വയം യാഗമായ ക്രിസ്തുവിനെ നാം വിശ്വസിച്ച് അതിലാശ്രയിച്ച് ജീവിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. അതിനാൽ നമ്മുടെ ജീവിതം എന്താ? ദൈവത്തിനായിട്ട് നമ്മൾ സമർപ്പിക്കണം. ഹല്ലേലൂയ. ഭയങ്കരവും അതിശയവുമായി നമ്മെ സൃഷ്ടിച്ചിരിക്കാൻ നാം ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഹല്ലേലൂയ. എത്ര അത്ഭുതകരമായിട്ടാണ് നാം അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം പ്രിയ മക്കളെ. തിരിച്ചറിവും ബോധവും നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ സൃഷ്ടിയെ നമ്മളൊന്ന് ഹല്ലേലൂയ ആലോചിച്ചു നോക്കണം. എത്ര ഭയങ്കരമായിട്ടാണ് ഓരോ കാര്യങ്ങളും അത്ഭുതകരമാവണ്ണം നാം നമ്മെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ സൃഷ്ടി എങ്ങനെയാണ് ഹല്ലേലൂയ ഓരോ സ്ഥാനത്തും ഓരോരോ അവയവങ്ങൾ ഘടിപ്പിച്ച് ഹല്ലേലൂയ എത്ര അതിശയമായി നമ്മെ കർത്താവപ്പച്ചൻ സൃഷ്ടിച്ചിരിക്കുക. നാം നന്ദിയുള്ളവരായി തീരണം കർത്താവിന്. ഹല്ലേലൂയ. എപ്പോഴും നന്ദിയുള്ളവരായി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് തരുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. ആണ്ടിന്റെ ആരംഭം മുതൽ ഈ അവസാന ദിവസം വരെയും കർത്താവ് നമ്മെ എത്ര അത്ഭുതകരമായി കാത്തു പരിപാലിച്ചു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൽ ഹല്ലേലൂയ ഈ വർഷക്കാലം തന്നെ നാം നോക്കിയാൽ നമ്മുടെ ഹല്ലേലൂയ ആയുസ്സിൽ ഹല്ലേലൂയ, അതായത് ഹല്ലേലൂയ വയസ്സിന്റെ ഹല്ലേലൂയ കൂടിയ വയസ്സുള്ളവരെ കുറഞ്ഞ വയസ്സുള്ളവരെ ഹല്ലേലൂയ എത്രയോ പേർ ലോകത്തിൽ നിന്ന് പൊടുന്നനെ ഹല്ലേലൂയ മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ച ആ നല്ല കൃപകൾക്കായി ദൈവത്തിന് നന്ദിയുള്ളവരായി തീരണം. പുതിയ വർഷത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ പ്രീതി മക്കളെ കർത്താവിന് നന്ദിയുള്ളവരായി, കർത്താവ് ഇത്രത്തോളം കർത്താവിനെ കാത്തു പരിപാലിച്ചല്ലോ അതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പുതിയ വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വർഷത്തിലുപരിയായി കർത്താവെ അടുത്ത വർഷം കർത്താവിന് വേണ്ടി തരുന്ന ആയുസ് ഹല്ലേലൂയ എത്രമാത്രം എന്നെ കൊണ്ട് ഹല്ലേലൂയ അപ്പന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുമോ അത്രമാത്രം ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എന്നെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ വർഷത്തിലേക്ക് കടക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുവാൻ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ഹല്ലേലൂയ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല ആ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി കാത്തു പരിപാലിച്ച് എല്ലാത്തിനും നന്ദി പറയുന്ന കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുകയാണ്. പുതിയ ദിനങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവിനായിട്ട് പ്രയോജനപ്പെടുവാൻ
ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണം. കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.